So hello guys, welcome back to other video of Dynamons പാർട്ട് 3 ആണ് കളിക്കാൻ പോണത്. ഇതിൻ്റെ പാർട്ടുകൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി ചെക്കൗട്ട് ചെയ്യാൻ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. അപ്പോൾ പോയി കാണാം, എങ്കിലേ നിങ്ങൾക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ മനസ്സിലാവും. അപ്പോൾ നേരെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം. നേരെ നമുക്ക് കടക്കാം. ആൻഡ് നമ്മൾ റൂയിൻ ടെമ്പിൾ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ഉണ്ടോ, ഇതുവരെയാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു ബോസ് ഉണ്ട്. ഇതിന് ശേഷം നമുക്ക് കിങ്ങിൻ്റെ അവിടെ പോകാൻ പറ്റുമെന്ന് നോക്കാം. അതൊരു നല്ല പവറുള്ള പോക്കിമോനാണ്. 13 ഓക്കെ, നമ്മുടെ ലെവൽ 8 ഉള്ളൂ. നമുക്ക് ലെവലപ്പ് എഴുതിയിട്ട് വന്ന് കളിക്കണമായിരിക്കും നല്ലത്. അവ അല്പം പാടാണ് ഗൈസ്. ഇപ്പോൾ കുറച്ച് ലെവലുള്ളവന്മാരെ പിടിച്ചിട്ട് വരാം. ഓ, ഇവിടെയൊക്കെ എക്സ്ക്ലൂസീവ് തുറന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ അടുത്ത വീഡിയോയിൽ ഇതെല്ലാം ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. ഇതെല്ലാം ഓപ്പൺ ചെയ്യും, ഈ എക്സ്ക്ലൂസീവ് എല്ലാം. ഓക്കെ, ഇതെല്ലാം ഓപ്പൺ ചെയ്യാം. പിന്നെ ഇവിടെ ഒരു എക്സ്ക്ലൂസീവ് ഉണ്ട് ഗൈസ്. ഓക്കെ, ഇതും ഞാൻ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് പവറുള്ളവന്മാരെ ഇവിടെ നിന്ന് ഓടിക്കാം. ഇപ്പോൾ ഇവിടെ കുറച്ച് പവറുള്ളവന്മാരുണ്ട്. ഓക്കെ, നമുക്കിവിടെ ഒരു ബോസ് ഉണ്ടായി. അതിനടിക്കാൻ കുറച്ചുകൂടി പവർ വേണം. ഓക്കെ, ഇവൻ നമ്മുടെ കയ്യിലില്ല കേട്ടോ. നമുക്കിവനെ പിടിക്കാം. അവൻ ഫയറാണ്, അപ്പം വാട്ടർ ഉപയോഗിക്കാം. ഓക്കെ, ചെറിയ അറ്റാക്കും കൂടി കൊടുത്താൽ മതി. അയ്യോ, ചത്ത്. നമ്മൾ ലെവൽ 8 ആയതുകൊണ്ടാണ്. ഓക്കെ, ആനക്കുട്ടി ലെവൽ 9 ആണ്. അറ്റാക്കും കാര്യങ്ങളൊക്കെ കുറവാണ്, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കേട്ടോ. നമുക്ക് അടുത്ത ആളിനെ പിടിക്കാൻ പോവാം. അടുത്ത ആളിനെ കിട്ടുമെന്ന് നോക്കട്ടെ. ഇവൻ നമ്മുടെ കയ്യിലുണ്ട്, നമുക്കിവനെ വേണ്ട. ഓ, അറിയാതെ ബട്ടൺ മാറിപ്പോയി. കുഴപ്പമില്ല, ഇതൊന്നും നമുക്ക് സീനുള്ള കാര്യമില്ല. ഓക്കെ, 2 ഇനി കാർഡുകളും കൂടിയേ ഉള്ളൂ. എന്തായാലും ഇവിടെ ഒരു ബോസ് ഉണ്ട്, ഇവനെ പോയി നോക്കാം. ഹെൽത്ത് ഉണ്ടാകുന്നു. ഓക്കെ, ഇവൻ ലെവൽ 10 ആണ്. ഇപ്പോൾ ഫയർ എടുക്കാം. തണ്ടർ ടൈപ്പാണ്. നല്ല ഡാമേജ്. എന്തായാലും നമുക്ക് ഫയറിൻ്റെ ഈ ഒരു ബോൾട്ട് എടുക്കാം. ഓക്കെ, ഇത് യൂസ് ചെയ്യാം. ഓക്കെ, അവൻ ചത്ത്. ഇനി അടുത്തോനും തണ്ടർ ടൈപ്പ് തന്നെ. തണ്ടർ ടൈപ്പുകളുടെ ബോസാണ്. ഇതൊന്നും നമുക്ക് കുഴപ്പമില്ല, എളുപ്പമാണ്. ഓക്കെ, നമ്മൾ അടുത്തതും തണ്ടർ തന്നെയാണ്. എന്തായാലും നമുക്ക് വേറെ ഈ കുരങ്ങൻ്റെ തണ്ടർ എടുക്കാം. ഓ, മിസ്സായി ഗൈസ്. കുഴപ്പമില്ല, അവൻ്റെ പാതി ഹെൽത്തും പോയി. ഓക്കെ, ഇനി അവന് ഒരു അറ്റാക്കും കൂടി കൊടുത്താൽ മതി. നമുക്ക് ഫയർ വെച്ച് തന്നെ കൊടുക്കാം. ഓക്കെ, നമ്മൾ ബോസ് ബാറ്റിൽ ജയിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവൻ ലെവലപ്പായേ. നമ്മുടെ ലെവലൊക്കെ കൂടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഓക്കെ ഓക്കെ ഹെൽത്ത് സ്പ്രേ ഒക്കെ കിട്ടിയിട്ടുണ്ട് കാര്യങ്ങളും. ഓക്കെ, ഇവിടെ ഒരു ബോസ് ഉണ്ട്, അതിന് ഹെൽത്ത് ഇല്ല. നമുക്ക് 10-നെയും 9-നെ ഇടാം കേട്ടോ. നമ്മളെ ഫയറിനെ ഇടാം. ഇവർ 2 പേരും കിടക്കട്ടെ ഗൈസ്.
ഓക്കെ ഇവളുടെ അടുത്ത് പോകാം. ഇവള് തണ്ടറാണ്, നമുക്ക് ഫയർ എടുക്കാം. നമ്മൾ ഓക്കെ നമ്മൾ ചാവും ഗൈസ്. അടുത്ത ആളിനെ എടുക്കാം. അടുത്ത തണ്ടറാണ്. ഈ ഏരിയ ഫുള്ള് തണ്ടർ പോക്കിമോനാണ് കൂടുതലും. ഫയറും ഉണ്ട് ഗൈസ്. അത് മിസ്സായി ഗൈസ്. ഇത് ചിലപ്പോൾ ചാവും. കുഴപ്പമില്ല. ഓ ഗൈസ് ഒരു അടിപൊളി കൊള്ളാം ഇവനെ കാണാൻ. ഇവനെ കിട്ടി നമ്മൾ ജയിക്കും കേട്ടോ. ഓക്കെ ഇപ്രാവശ്യം നമ്മൾ ചാവും. അവൻ്റെ കുറച്ച് ഹെൽത്ത് കൂടി ഉള്ളായിരുന്നു. എല്ലാത്തിൻ്റെ ഹെൽത്ത് തീർക്കണം. എന്തായാലും നമുക്ക് ആളിനെ മാറ്റിയിടാം. ഇത് ഇവനെ നോക്കാട്ടോ, ഇവൻ എങ്ങനെ ഉണ്ടെന്ന്. ഇവളുടെ എടുത്തിട്ട് കുറച്ച് പവറുള്ളവന്മാരെയൊന്നും കിട്ടണില്ല. എന്തായാലും നമുക്ക് ഇവിടെ തന്നെ പോവാം. ഇവിടെ തൊഴിലത്തെ നോക്കിയിട്ട് വരാം. ഇത് ലെവൽ 10 നമ്മുടെ ലെവൽ 9. കുഴപ്പമില്ല, നമുക്ക് വേണ്ട. ഓക്കെ ഇവിടെ ഉണ്ട്. ഓ വീണ്ടും ഇത് തന്നെയാണ്. ഇതിനെ വേണ്ട നമുക്ക്. ഇത് കുഴപ്പമില്ല, ഇത് നോക്കാം. ഇതിനെ പിടിക്കാം. കുറച്ചുകൂടി പവറുള്ളവന്മാര് വേണമായിരുന്നു. കുഴപ്പമില്ല, അടിച്ച ഇവൻ ചാവേ. പ്രശ്നം പിടിക്കണം. കാർട്ടുണ്ടായിരുന്നു. കാർട്ടുണ്ട്. ഓക്കെ ക്യാറി. ഇവൻ കുറച്ച് മണ്ണുള്ളൂ. ഓക്കെ ഇവിടെ ഒരു ബോസ് ഉണ്ട്. ഇവിടെ ഒരു തലയെ കെട്ടി വെച്ചോണ്ടിരിക്കണ ഒരു ബോസ് ഉണ്ട്. അവൻ അടിക്കണമെങ്കിൽ നമുക്ക് നോക്കാം, അടിച്ചു നോക്കാം. പ്രശ്നം ഉണ്ടാവൂല. ഇവനെ അടിച്ചു നോക്കാമേ. ഇവൻ ലെവൽ 10 മിസ്സായി. നമ്മൾ ചാവും. എന്തായാലും നല്ല വേറെ ആൾക്കാരെ പിടിച്ചിട്ട് വരാം. ഇവരൊക്കെ പവർഫുൾ ബോസുകളാണ്. ഈ ഏരിയ നമുക്ക് ഈ ഏരിയ പോയി നോക്കാം. ഓക്കെ ഇവിടെ കേവ് ഉണ്ട്. ഡാർക്ക് ടൈപ്പ് പോക്കിമോനാണ് കിട്ടണം. ഓക്കെ കൊലങ്ങനെ ഹെൽത്ത് ഉണ്ട്. അതിനകത്ത് കാർഡില്ല, കാർഡ് കുറവാണ്. അതിന് കുഴപ്പമില്ല, നമുക്ക് പോയി നോക്കാം. ഓക്കെ ഇവൻ ലെവൽ കുറവാണ്. നമുക്ക് എന്തായാലും ഇവനെ വേണ്ട. കുറച്ചുകൂടി ലെവലുള്ളവനെ കിട്ടായിരുന്നു. ഓക്കെ ഈ ബോസിൻ്റെ അടുത്ത് പോയി നോക്കാമേ. കുഴപ്പമുണ്ടാവില്ല. ഓക്കെ 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 ഇത് നമ്മുടെ ലെവലിനാണ്. കുഴപ്പമില്ല. ഓക്കെ അവൻ്റെ മിസ്സായി. ഇതൊക്കെ ചെറിയ പവറാണ്. നമ്മൾ അത്യാവശ്യം പവറുണ്ട്.
ഓക്കെ, അവൻ ഡിഫൻസ് കയറ്റി, കുഴപ്പമില്ല. നല്ല ഡിഫൻസ് കയറ്റിയിട്ടുണ്ട്, കുഴപ്പമില്ല. നമ്മൾ അറ്റാക്ക് കൂട്ടിക്കണം. നമ്മുടെ കൊരങ്ങൻ ചാവും. വാട്ടർ ടൈപ്പ് എടുക്കണ്ട, ഗ്രാസ് ടൈപ്പാണ്. നമുക്കിത് നോക്കാം. ഓക്കെ ഗൈസ്, അവൻ കൺഫ്യൂസ് ആയിട്ടാ. അവൻ ഡിഫൻസ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ തരി ഹെൽത്ത് ആണുള്ളത്. ഓക്കെ, ഞാൻ ചത്ത്. ഇനി അടുത്ത ആളാണ്. ഇത് വാട്ടറാണ്, അപ്പം ഗ്രാസ് തന്നെ മതി. ഓക്കെ, ഇനി അവൻ്റെ ഒരു തരി ഹെൽത്തേ ഉള്ളൂ. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ ഈ ബോസ് ബാറ്റിലും ജയിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവൻ ലെവലപ്പായി. അപ്പം നമ്മൾ അത്യാവശ്യം ലെവലിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവരൊക്കെ കുറച്ചേ ആയുള്ളൂ കേട്ടോ. ഓക്കെ, 2 കാർട്ടും ഒരു ഹെൽത്ത് സ്പ്രേയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ബോസ് ഉണ്ട്. നമുക്ക് എന്തായാലും ആളിനെ കയറ്റിയിട്ട് വരാം, വേറെ ആളിനെ എടുത്തിട്ട് വരാം. നമുക്ക് ഈ ലെവൽ 10 ഇടാം. എല്ലാവരും ലെവൽ 9, കുഴപ്പമില്ല. എല്ലാവർക്കും ഹെൽത്ത് ഉണ്ട്. അപ്പം നമുക്ക് ബോസ് ബാറ്റിൽ പോകാം. ഈ ബോസ് ബാറ്റിൽ കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഇവിടുത്തെ മെയിൻ ബോസിൻ്റെ അടുത്ത് പോകും. ഓക്കെ, ഇവൻ ലീഫ് ടൈപ്പാണ്. അപ്പം ഇലക്ട്രിക് എടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രിക്കും വർക്ക് ആവുന്നില്ല. നമുക്കെങ്കിൽ ലീഫ് ടൈപ്പ് തന്നെ എടുക്കാം. ഓക്കെ, നമ്മൾ ഉപയോഗിച്ച അതേ അറ്റാക്ക് ഉപയോഗിച്ച് എന്തായാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇതൊക്കെ പുതിയ പോക്കിമോനുകളാണ്. അവരെയൊക്കെ നമ്മൾ പിടിക്കും. ഓക്കെ, ഇതും പുതിയതാണ്. നമുക്ക് അടുത്ത ആളിനെടുക്കാം. ഓക്കെ, ഈ ബോസ് ബാറ്റിൽ ജയിച്ചു. ലെവലപ്പ്. ഓക്കെ, ന്യൂ പവറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവ നല്ല ലെവലപ്പൊക്കെ ആയിട്ടുണ്ട്. 10 ലെവൽ 10. ഇവ ഇപ്പോഴും 9 തന്നെ. ഓക്കെ, ഇതാണ് മെയിൻ ബോസ്, ഈ വെള്ളമുടി. അതിൻ്റെ അടുത്ത് പോകണമെങ്കിൽ നല്ല ലെവൽ വേണം. ഓക്കെ, 2 10 കിടപ്പുണ്ട്, പിന്നെ ഒരു 9. ആ ലെവലൊക്കെ മതിയാവും. ആ ലെവൽ മതി. ഓക്കെ, ഇവൻ വാട്ടർ ടൈപ്പാണ്. നമുക്ക് തണ്ടർ എടുക്കാം. ഇപ്പൊ നമ്മൾ ചാവും. അടുത്ത ലെവൽ 10, ഫയറാണ്. അപ്പോൾ നമുക്ക് വാട്ടർ എടുക്കാം. നമുക്ക് അടുത്ത ആൾ
ഓക്കെ അറ്റാക്ക് കൊടുക്കാം. ഓക്കെ വീണ്ടും അവൻ റേഞ്ച് കൂട്ടിയിട്ടുണ്ട്. പക്ഷെ അവൻ കുഴപ്പമില്ല, ഇവൻ ഇപ്പം ചാവും. അവൻ വെറുതെ ആയിക്കണം റേഞ്ച് കൂട്ടിയത്. ഒരു ഇപ്രാവശ്യം ലീഫ് ടൈപ്പാണ്, നമുക്ക് ലീഫ് തന്നെ എടുക്കാം. ഓക്കെ ആളിനെ മാറ്റേണ്ടിയിരിക്കണം. ഓക്കെ വാട്ടർ ടൈപ്പ് ഉണ്ട്. ഓക്കെ നമ്മൾ ഈ ബോസ് ബാറ്റിലും ജയിച്ചേ. ഡക്കിന് ഫുൾ ഹെൽത്തും ഉണ്ട്, അല്പം ഹെൽത്ത് കുറവാണ്. ഒക്കെ വീണ്ടും ലെവലായിട്ടുണ്ട്, ലെവലപ്പായി. ഇപ്പം ഇവനെ ലെവലപ്പ് ചെയ്യാൻ നല്ല പൈസ ആവുന്നുണ്ട്, ഡയമണ്ട്. ഇപ്പം 400ഒക്കെയാണ് അവന് വേണ്ട ഡയമണ്ട്, കാരണം അവൻ നല്ല ഹെൽത്ത് ഉണ്ട്. ഇപ്പം അവൻ ലെവൽ 11ആയി. എൻ്റെ ആളിനെ മാറ്റണം. ഈ 8നെ ഇടാം, പിന്നെ ഈ ഒരു 9നെ ഇടാം. ബാക്കിയുള്ളവർക്ക് ഹെൽത്ത് കുറവാണ്. ഇനി അങ്ങോട്ട് ഏരിയ ഉണ്ട് കേട്ടോ, പക്ഷെ ഇപ്പം കിട്ടൂല. ഓക്കെ ഇപ്പം വേറെ ബോസ് ഇതാ ഇവിടെ ഇപ്പം ഉണ്ട് ഒരെണ്ണം. ഇത് ബോസാണോ നമുക്ക് നോക്കാം. ഇവിടുത്തെ എല്ലാ ബോസിനെയും കൊല്ലാം. ഓക്കെ ബോസാണ്. ക്യാപ്റ്റൻ ബാറ്റിൽ വേണ്ട, നമുക്ക് ബോസ് ബാറ്റിൽ മതി. ഓക്കെ ഇവൻ ലീഫാണ്. ഇപ്പം 2 ഫയർ ഉണ്ട്, അതെന്തായാലും കൊള്ളാം. നമ്മൾ ജയിക്കാവുന്നൊരു പ്രതീക്ഷയുണ്ട്. ഓക്കെ ഇപ്രാവശ്യം ചാവോ? ഇപ്രാവശ്യം ചാവോ എന്നാണ് തോന്നുന്നത്. ഓക്കെ അവൻ്റെ നല്ല ഹെൽത്ത് പോയി. അവൻ ഡിഫൻസൊക്കെ കൂട്ടിയിട്ടുണ്ട്, കുഴപ്പമില്ല. സോ ഗൈസ് ഈ ബോസ് ബാറ്റിലും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ വീഡിയോ അവസാനിപ്പിക്കാം. സോ ഓക്കെ നമ്മൾ ഈ ലെവലിൽ ജയിച്ചിട്ടുണ്ട്. ഇവൻ ലെവലപ്പായ. ഓക്കെ ഇവന് 3 പവർ കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല. അപ്പം നമ്മൾ അടുത്ത വീഡിയോ വൈകുന്നേരം വരുന്നതാണ്, നിങ്ങൾ കാണണം എല്ലാവരും. അപ്പോൾ സോ ഗൈസ് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് വീഡിയോ. കഴിഞ്ഞ പാർട്ടുകൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.